ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ഫ്രണ്ട് ആപ്പ് എനിക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പേര് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവർ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത്. അപ്പൊ അവരതിൽ പറയുന്നത് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, നമുക്ക് ഓൺലൈനായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വെറുതെ ഒരു രസത്തിന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ്. അന്ന് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ വോയിസ് റെക്കഗ്നൈസേഷൻ, അത് ഒരുപാട് പേര് പറയുന്നുണ്ട്, വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ്, ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് കേട്ടോ, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിലുണ്ട്. പക്ഷെ അത് ആ ആപ്പിനെ പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പെണ്ണാന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട, അത് ലോഗിൻ ചെയ്യാനും അത് യൂസ് ചെയ്യാനും പൈസേൻ്റെ ആവശ്യമില്ല. പക്ഷെ ആണാണെങ്കിൽ അവിടെ പേയ്മെന്റ് വേണം. അങ്ങനെയാണ് ഈ ആപ്പ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്തപ്പോൾ കുറെ പേര് സംസാരിക്കുന്നതാണ് കേട്ടത്, ഗ്രൂപ്പായിട്ട് കുറെ പേര് സംസാരിക്കുന്നത്. എനിക്കെന്തോ അതിലൊന്നും തോന്നിയില്ല, ഞാൻ അതേപോലെ ബാക്ക് അടിച്ച് പോന്നു. അത് ഒരു പെണ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ വരും, അയാൾ സംസാരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അയാൾ പോവും, പിന്നെ അടുത്ത ആൾ വരും, അവർ സംസാരിക്കും. എന്തൊക്കെയോ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് കേട്ടോ. അന്ന് ഞാനത് ബാക്ക് അടിച്ച് പോയി. എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കി വിട്ടില്ല. പിന്നീട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല ആപ്പാണ്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന സത്യാവസ്ഥ ഇതല്ല എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒരിക്കൽ എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്താണല്ലോ, ഞാനും ഈ ആപ്പ് എടുത്ത് നോക്കി. എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ കോൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഓഡിയോ കോളിൽ ജോയിൻ ചെയ്തു. അപ്പം വേഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരാളായിട്ട് നമ്മുടെ കോള് കണക്ട് ആവും. ഈ വരുന്നതൊക്കെ ആണുങ്ങൾ തന്നെയായിരിക്കും. നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടില്ല, അത് വേറെ എന്തൊക്കെയോ റൂമും കാര്യങ്ങളും ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്തായാലും ആദ്യം എനിക്കൊരു കോള് കണക്ട് ആയി. ആ സംസാരിച്ച ആള് എവിടെയാണ് എന്താണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും തെറ്റിച്ച് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഞാൻ തൃശ്ശൂർ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മലപ്പുറം, അതിൻ്റെ കൂടുതൽ വേറെ ഒന്നും അവിടെ ഇല്ല. എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു, എന്താണ് എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു 2-2.5 മാസത്തോളമായി ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾ 2 തവണ റീചാർജ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റീചാർജ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 600-650 രൂപയോളമാണെന്ന് തോന്നുന്നു ഒരു വട്ടം റീചാർജ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആൾ 2 തവണ കൂടുതൽ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും, ഒരു ഗോൾഡൻ കളർ റോസ്. അതായത് നമ്മൾ ഈ STD കോൾസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ അവരവിടുന്ന് കോയിൻ ഇടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത്. അപ്പം ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ തുറന്ന് പറഞ്ഞു, എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, അപ്പം അതിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു. ചേട്ടൻ ഈ ആപ്പിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു തന്നു. അത് ഈ ഒരു ആപ്പിൽ വരുന്ന 95% ആൾക്കാരും പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതും, ഈ ആളുകൾ എന്തായാലും പേയ്മെന്റ് നടത്തിയിട്ടാണ് വരുന്നത്, അപ്പം അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കലല്ല അവിടെ നടക്കുന്നത്. സത്യത്തിൽ അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേശ്യാലയം എന്നൊക്കെ പറയുന്നത്. സത്യമാണ്, അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു, മാരീഡ് ആയിട്ടുള്ള മലയാളി പെൺകുട്ടികൾ തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആള് സംസാരിച്ചിട്ടും എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാർ വരുന്ന സമയത്ത് ഇവര് വാട്സപ്പ് നമ്പർ, അതേപോലെ വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിന്റെ പ്രശ്നമായിട്ട് ആ ചേട്ടന് തോന്നിയ കാര്യം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അതായത് ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് കമ്പനി ആയി, നല്ല അടുപ്പായി എന്ന് വിചാരിക്കുക, വീണ്ടും ആ ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കട്ടായി പോയി കഴിഞ്ഞാൽ കട്ടായി പോയി എന്നാണ്. ഫോളോ ചെയ്യാൻ പറ്റും, ഫോളോ റിക്വസ്റ്റ് അയക്കാൻ പറ്റും, പിന്നീട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. അത് ഈ ആണുങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്തിട്ട്
കോളിന് വേണ്ടി നിന്നു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏത് കോള് കണക്ട് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളത് ആണുങ്ങൾക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡർ ഓൺ ചെയ്തു. പക്ഷെ അത് ആള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു റെക്കോർഡർ വർക്ക് ചെയ്യുന്നില്ല. അതായത് എൻ്റെ സൗണ്ട് ആൾക്ക് പിന്നെ കേൾക്കാതെ ആവുകയാണ്. രണ്ടും കൂടി ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് മറ്റു പരിപാടിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളും അതിനനുസരിച്ച് തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. പിന്നെ ഞാൻ ആളുടെ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് അടുത്ത കോള് കണക്ട് ആയി. അതും ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ എവിടെയോ ഉള്ള ഒരു ചേട്ടനായിരുന്നു. അപ്പൊ ആ ചേട്ടൻ കൊച്ചിന്ന് പറയുന്നു, കൊച്ചി ആയിരിക്കും. ഞാൻ ഈ സംസാരിച്ച രണ്ടാളുടെ അടുത്തും എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവര് പറയുന്നത് പോലെ ഫേക്ക് പ്രൊഫൈൽസ് ഒന്നും ഇല്ല, അതൊക്കെ വെറുതെ പറയുകയാണ്. ആണാണ് പെണ്ണാണെന്നുള്ള കാര്യത്തിൽ മാത്രം ആപ്പ് ഉറപ്പ് വരുത്തുന്നുണ്ട്. ബാക്കിയുള്ളതിലൊന്നും കാര്യമില്ല. എവിടെയും നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ആരും ആഡ് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഏത് പേരാണോ നമ്മൾ കൊടുക്കുന്നത്, ഏത് സ്ഥലമാണോ നമ്മൾ പറയുന്നത്, അത്രേ ഉള്ളൂ. നമ്പർ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ചേട്ടൻ എത്ര നാളായി ഈ ഒരു ആപ്പിൽ? ആൾ ഏകദേശം 2-2.5 മാസത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഒരു ആപ്പ്, എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഈ ആപ്പിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു 95% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു, ആളുടെ അടുത്ത് കൂടുതലും വന്നിട്ടുള്ളത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നഴ്സിങ്ങിനും മറ്റു കോഴ്സുകൾക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത്. അവര് ഈ ഒരു കോള് കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവര് ടെലഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ ഇട്ട് തരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു. പലപ്പോഴും ആളെ പലരും വിളിച്ച് ചോദിച്ച് പൈസ ചോദിക്കുന്നു. അതായത് വീട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വേണ്ടി 1500 രൂപ അയച്ചു തന്നു. അതിൽ 1000 രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. പിന്നെ ഒരു 500 രൂപയ്ക്ക് 500 രൂപേന്റെ ഷോർട്ടേജ് ഉണ്ട്, ചേട്ടനൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അതുപോലെ ഹോസ്പിറ്റൽ കേസാണ്, അത്യാവശ്യമാണ്, ഒരു 500 രൂപ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്, പലരും പൈസ ചോദിക്കാറുണ്ടെന്നും പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന പൈസയൊക്കെ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പൈസ നഷ്ടമാവുന്നതിൽ വിഷമമൊന്നും ഇല്ല ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു 1000-1500 രൂപ ഒന്നും, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഒന്നും ആൾക്ക് വലിയൊരു സംഖ്യ അല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പറ്റിക്കുന്ന സമയത്ത് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ച സമയത്ത് അതൊന്നും ഈ ആപ്പിൽ കാര്യമായിട്ടില്ല എന്ന് തന്നെയാണ് ആള് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആളും ഇതിങ്ങനെ പുറത്ത് വന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാന്നുള്ള രീതിയിലൊന്നും അല്ല, കിട്ടില്ല എന്ന ഉറപ്പോടുകൂടി തന്നെയാണ് ആളെ ക്യാഷ് അയച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനും ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും വേറെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഏട്ടാ, ശരി കട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കോളും കൂടി കണക്ട് ആയി. എനിക്ക് 3 കോളാണ് ഞാൻ മൊത്തത്തിൽ ചെയ്തത്. ആ കോൾ കണക്ട് ആയ സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് പേരെന്താണ്, എവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് തന്നെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത്, അപ്പൊ എന്താണ് ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ ആള് എന്ത് പറയാനാ, ഞാനിപ്പോ കേറിയിട്ടുള്ളത് പറഞ്ഞ ആള് കട്ട് ചെയ്തു പോയി. ആൾക്കിപ്പോ എനിക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ എന്റെ ചാനലിലെ വീഡിയോ ഒന്നും ആൾക്ക് വിഷയമല്ലോ. ആള് റീചാർജ് ചെയ്ത് നിൽക്കുന്നത് ആളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, അപ്പൊ ആണല്ലോ. അപ്പൊ അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ആള് കട്ട് ചെയ്തു പോയി. പിന്നെ ഞാൻ കോളിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ഒരു ഓഡിയോ റൂം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി കുറെ പേരിന്ന് സംസാരിക്കുന്ന എന്തോ ഒരു റൂമിൽ ഞാൻ കയറി. അപ്പോഴും എന്തൊക്കെയൊക്കെയോ കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ എന്നാൽ അവരതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഡബിൾ മീനിങ് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്ന സമയത്ത് നോമ്പാണ്, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല, പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡബിൾ മീനിങ് വെച്ചിട്ട് ഇവരെന്തൊക്കെയൊക്കെയോ സംസാരിക്കാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ അതൊന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു 3 കോളിൽ നിന്നിട്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റ് അക്കൗണ്ട് അല്ല, ആ ഒരു വാലറ്റിലേക്ക് 23 രൂപയാണ് വന്ന് കിടക്കുന്നത്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ എന്തൊക്കെയൊക്കെയോ കുറെ ഓപ്ഷൻസ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. എല്ലാം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എല്ലാം ഒന്നും ഞാൻ എടുത്തു വെക്കാനും പോയിട്ടില്ല. ഇതിൽ തന്നെ ഞാനാകെ 3 പേരുടെ അടുത്താണ് സംസാരിച്ചത്. അതിൽ ആദ്യം സംസാരിച്ച ആളാണ് പൈസ പോകും എന്നറിഞ്ഞിട്ടും ആള് ഈ ആപ്പിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നത്, ആൾക്കാൾ യൂസ് ചെയ്ത അനുഭവവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത്. എനിക്ക് കണ്ടന്റിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടും അതറിഞ്ഞിട്ടും ആള് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ബാക്കിയുള്ളവരൊക്കെ അത് അറിഞ്ഞ സമയത്ത് അവർക്ക് അങ്ങനെ പൈസ കൊടുത്തിട്ട് പറയാൻ താല്പര്യമില്ല. അവരുദ്ദേശിക്കുന്ന
കാണിക്കുന്ന വേറെയാണെന്നുള്ളത് കൊണ്ട് കട്ട് ചെയ്ത് പോവാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു 3 പേരുടെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ ഇതിലെ വാലറ്റിൽ 23 രൂപയാണ് ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇതിൽ തന്നെ വീഡിയോ കോളിന് ഓഡിയോ കോളിനേക്കാളും പേയ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ കോയിൻസ് കിട്ടുന്ന എന്തോ പരിപാടി ഉണ്ട്. ഞാൻ എൻ്റെ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് നല്ലൊരു ഓൺലൈൻ ഫ്രണ്ടിനെ ഉണ്ടാക്കാം, നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, ഒഴിവുള്ള സമയത്ത് സംസാരിക്കാൻ ആളെ കിട്ടും, അങ്ങനെയൊന്നും വിചാരിച്ച് ആരും ഇതിൽ കയറാൻ നിൽക്കണ്ട. ഈ വരുന്ന ആൾക്കാരുടെ കമ്പി ചാറ്റിനും കമ്പി കോളിനും ഒക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ ഇവർ പറയുന്നതൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഇത് യൂസ് ചെയ്ത് നോക്കാതെ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണോന്നും ഇനി അറിയില്ല. പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതിന്റെ പിന്നാലെ പോവാതിരിക്കുക. അത് പാപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും. ഈ ആഴ്ച അവർ വന്നിട്ട് പറയും വിഷ് കെയറിന്റെ ബോഡി വാഷ് നല്ലയാ, സ്കിൻ ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കും, ഇതാന്ന്. അടുത്ത ആഴ്ച വന്നിട്ട് പറയും പിക്സിയുടെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോന്നൊക്കെ ചോദിക്കും. ഞാൻ ആഴ്ചയിൽ ബോഡി വാഷ് വാങ്ങിക്കാൻ വീട്ടിൽ നോട്ടടിക്കുന്ന മെഷീനൊന്നും ഇല്ലല്ലോ, വീട്ടുകാർ തന്നിട്ട് തന്നെ വേണ്ടേ, അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കിയിട്ട് തന്നെ വേണ്ടേ. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോവാതിരിക്കുക. ജെന്യുവൻ ആയിട്ടാണോ ഉള്ള പ്രൊഡക്ട്സ് എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ജെന്യുവൻ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ ഫ്രണ്ട് ആപ്പ് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണ, എങ്ങനെയാ ഇരിക്കുന്ന, അങ്ങനെ ഇങ്ങനെയുള്ള ഇവന്മാരുടെ മറ്റേ ചോദ്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കണ പരിപാടിയാണ്, അല്ലാതെ ഫ്രണ്ടിനെ ഉണ്ടാക്കുന്ന ഒരു ആപ്പൊന്നും അല്ല മക്കളെ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണാം, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുമായിരിക്കും.